മംഗളത്തിന്റെ ട്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോഴാണോ നമ്മുടെ ജാഫർ ഇടുക്കി അവിടെ ഒരു ഇന്റർവ്യൂ വന്നത്? എവിടെ വെച്ചായിരുന്നു? അത് മംഗളത്തിലായിരുന്നു അല്ലേ? അന്ന് ആരാ ഇന്റർവ്യൂ ചെയ്ത? ഞാനും മംഗളം പ്രസാദും കൂടെ. എന്താ ചോദ്യങ്ങളൊക്കെ അന്ന് ചോദിച്ചു? എനിക്ക് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ജാഫർ ഇടുക്കി അങ്ങോട്ട് നീങ്ങി നിൽക്കൂ അല്ലേ? അല്ല അങ്ങനെ ഇല്ല. അല്ല എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആവശ്യമില്ല. പുള്ളി അന്നേരം ഈ മിമിസ് ഗാനമേളക്ക് വായിക്കുക. അല്ല ഞാൻ അന്ന് ശരിക്കും ഈ ഇതില്ലേ ഇവര് മംഗളം ഓർക്കസ്ട്രയിലുണ്ട്. ഓർക്കസ്ട്ര ഒരു പ്രശസ്തി ആർജിച്ച ഓർക്കസ്ട്ര ആയിരുന്നു. ജാബർ പാട്ടുകാരനായിട്ട് രംഗപ്രവേശനം ചെയ്യാനായിരുന്നു തീരുമാനം? അല്ല ഞാൻ ഈ മംഗള കലാസാഹിത്യയുടെ പരിപാടിക്കൊക്കെ പോയി ചെറിയ ട്രോഫിയിൽ ഇത്രയും നിന്നുള്ള അതും ഒരു ഇതൊക്കെ കിട്ടും. അങ്ങനെ പോയി കഴിയുമ്പോ അവിടെ ഉള്ള ഒരു ചേട്ടൻ അത്യാവശ്യം പുട്ടടിക്കുവോ? അത്രേ ഉള്ളൂ. അല്ല പുട്ടടിക്കാൻ പൈസ കിട്ടൂല്ലോ, പൈസ തരൂല്ലോ. ഇല്ലല്ല, പൈസ നമ്മള് വണ്ടിക്കൂലി കൊടുത്ത് പോയി നെടുങ്കണ്ടത്തൊക്കെ പോയി ചെയ്ത് ഇത് കിട്ടും, സർട്ടിഫിക്കറ്റ് സമ്മാനം. അത് വെച്ചിട്ട് അവിടെ ഒരു കൊട്ടാരത്തിൽ ജോസഫേട്ട് എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു ഞാൻ മംഗളത്തിൽ വിളിച്ചു പറയാം, ഞാൻ മംഗളത്തിന്റെ ഏജൻസി ഇവിടെയാ, ഞാൻ ഏജന്റാ ഇവിടുത്തെ, ഞാൻ വിളിച്ചു പറയാം, നീ പോയി പഴയടം ഹാരിസ് സാറിനെയും കാണാൻ പറഞ്ഞു. ഞാൻ ഇത് കോട്ടയത്തിന് ബസ് കയറി ഇടിക്കുന്നു വന്നാ. ഞാൻ വന്ന് സാറേ അവിടെ വന്ന് നിന്നപ്പം ഈ മറ്റേ പത്രം അടിക്കുന്നത് റോട്ടി ചെയ്യുന്ന കാണാല്ല, പത്ര ഓഫീസില്. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ കിടന്ന് ഒരു സാധനം അപ്പൊ മടക്കിയൊക്കെ വന്നു. എന്റെ കാലള പത്രം അടിക്കുന്ന ചില്ലി കൂടെ കാണാലോ, ഇങ്ങനെ ഒരു സാധനം പറഞ്ഞ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒന്ന് മടങ്ങി അങ്ങനെ മടങ്ങി ഇങ്ങ് വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇവിടെ പ്രോഗ്രാം ഉണ്ടെന്ന്. അപ്പൊ നോക്കിയാൽ മംഗളത്തിന്റെ വണ്ടി ഇവരങ്ങ് നടന്നു പോയി. മംഗളത്തിന്റെ വണ്ടിയിൽ ഓർക്കസ്ട്ര എല്ലാം അങ്ങോട്ട് തിരിച്ചു വരുമ്പോ അങ്ങനെ കണ്ട് ഇപ്പൊ ഇവര് പറഞ്ഞു ഒന്ന് ഇന്റർവ്യൂ ആണ് വന്നേക്കുന്നെന്ന് പറഞ്ഞു. അവരാരോ പറഞ്ഞു, അവിടുത്തെ മോളിൽ നിന്ന് പറഞ്ഞു കേട്ടോ ഇവര് പ്രോഗ്രാമിന് കൊണ്ട് പെട്ടെന്ന് ആ വണ്ടിക്കകത്ത് കയറ്റിയിരുത്തിട്ട് എന്നോട് കുറച്ച് ഐറ്റം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കുക. ഫ്ലാസ്കിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നിറഞ്ഞു വരില്ലേ, ആ നിറഞ്ഞു വരുന്നത് അങ്ങനത്തെ പിന്നെ ഇപ്പോഴല്ല ഫ്ലാസ്കിൽ എന്നും വെള്ളം ഒഴിച്ചാൽ നിറഞ്ഞു വരുമല്ലോ. അതൊന്ന് നടക്കാൻ പറഞ്ഞ ഞാൻ മാത്രല്ല ഇവർക്ക് ഒരു വിജ്ഞാനപ്രദമാണെന്ന് പറഞ്ഞ സാധനമല്ലേ ഇത്? അല്ല അങ്ങനത്തെ ഈ കുറെ വെള്ളം കോരുന്ന കപ്പിയും ചാടും എന്തോ ചെയ്യുന്നേ. അല്ല ഇപ്പം കട്ടി കൂടി പോയി, സൗണ്ടിന് കട്ടി കൂടി പോയി, നല്ല കനത്തു ഭയങ്കര വരുമാനം കൂടിയപ്പോഴാണോ? വരുമാനം കൂടിയോണ്ടല്ല മൊത്തത്തിലേ മൊത്തത്തിൽ കട്ടി കൂടിയ. അല്ല അന്നൊക്കെ സ്ട്രെയിൻ ചെയ്ത് ഒത്തിരി പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ജാഫർ ഇടുക്കി ഗോൾഡ് ആണല്ലോ ആള്, ഇത് സംക്രാന്തി ഡയമണ്ട്. എനിക്കൊന്ന് ഇടുക്കി ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥമല്ലേ? ഇല്ല അതൊക്കെ അവിടെ പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലെ തച്ചങ്കരി സാർ വെട്ടി നശിപ്പിച്ച് ഒന്നും ബാക്കി വെച്ചില്ല. ഇടുക്കി ഗോൾഡിന്റെ ഒരു ചരിത്രമുണ്ട്. അല്ല ഇത് തീർന്നു നമ്മൾ പറഞ്ഞ് ഇത് പറഞ്ഞ് തീർന്നില്ല. അതെ ഫ്ലാസ്കിൽ വെള്ളം നിറച്ചില്ല. വെള്ളം നിറച്ചില്ല, അത് വെള്ളം നിറച്ചോണം. അല്ല ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വായിൽ കുറച്ചു മുന്നീര് വേണം. മൈനോട്ട് സാധനമല്ല. അങ്ങനെ ഈ മൈക്ക് തരാം, മൈനോട്ട് സാധനം വേണമല്ലോ. വെള്ളം കുറയുന്നു തോന്നിയപ്പോ നമ്മുടെ സംക്രാന്തി വയറ്റിലിട്ട് ഇതൊക്കെ ആലോചിച്ചിട്ട് വേണമായിരുന്നു. അല്ല അതൊക്കെയാ പറഞ്ഞത്. എന്നിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാം. അത് ഇത് ഇവര് എന്നിട്ട് അത് ചോദിച്ചു പിടിച്ച ഒരു കാര്യം വോയിസ് ടെസ്റ്റിന് പറഞ്ഞു വിടാൻ പറഞ്ഞ പിരമിഡ് സ്റ്റുഡിയോയിലേക്ക് അവിടുത്തെ ശശാങ്കൻ എന്ന് പറഞ്ഞ ആ സാറായിരുന്നു അന്ന്. പുള്ളി എടുത്തിട്ട് ഹലോ മൈക്കിനകത്ത് സ്റ്റുഡിയോയിൽ കയറി ഹലോ എന്നൊക്കെ പറഞ്ഞു. അന്ന് പെണ്ണുങ്ങളുടെ സ്വര, അന്ന് ഫീമെയിൽ ശബ്ദമല്ലേ? ഫീമെയിലല്ലേ പാടാൻ പോയത്. 95 ജർമ്മനിയിൽ പാടാൻ പോയ ശബ്ദം പറ്റുമായിരുന്നു. ഫീമെയിൽ ഈ ശബ്ദത്തിൽ എങ്ങനെ ഫീമെയിൽ ആവുന്നത്? 1995 ജർമ്മനിയിൽ പോയതേ സിദ്ദീഖ് ഇക്കല്ലേ നമ്മുടെ നടൻ. അദ്ദേഹം അന്ന് ഹിറ്റ് പാട്ട് ചെയ്താ അമ്പലപ്പുഴ ഉണ്ണി ആ പാട്ടാണ്. അപ്പൊ അതിനകത്ത് ഫീമെയിൽ ഉണ്ട്, തൃപ്രസാദവും. അത് പാടിയ ആളാ. അല്ല ഇപ്പൊ പാടാൻ പറ്റില്ല, ഇപ്പൊ തൃപ്രസാദം ഇങ്ങനെ തൃപ്രസാദവും വർണ്ണ ചുംബനം അങ്ങനെ ആയിപ്പോയി. കിട്ടത്തില്ല. അത് ഓരോരുത്തരുടെ മാറ്റത്തിന്റെ ഇനി ഫ്ലാസ്ക് ഒന്ന് കേൾക്കോ. നമ്മളൊരു ഫ്ലാസ്കിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിക്കും, ഒരു കപ്പിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കൂലേ. അപ്പൊ ആദ്യം ചാടി കഴിഞ്ഞിട്ട് ഒരു ഇത്രയും നീളമുള്ള 2 ഗ്ലാസ് ചായ ഒഴിക്കുന്ന ഒരു ഗ്ലാസ് മതി, അത് മതി. നമ്മൾ ഇത്രയും നീളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒഴിക്കാതെ ഞാൻ ഇതിന്റെ മൂത്രമാണ് ഒഴിക്കാനായിട്ട്. ഇവനെ ഒഴിക്കുന്ന പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കണത്. അപ്പൊ കേൾപ്പിച്ചു നോക്കാം. നിറഞ്ഞു തൂവിയോ? ഇല്ല പതഞ്ഞു വന്ന് നിന്നില്ലേ? കണ്ട അല്ല ഇത് സാറേ, ഇത് അവൻ രണ്ടാമതാ പറഞ്ഞ സംഭവം തന്നെയാ. ഇത് ഫ്ലാസ്കിൽ ഒഴിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇതല്ലോ ഇത് ഫീൽ ചെയ്ത ആൾക്കാരായിരുന്നു. നമ്മള് ഫ്ലാസ്കിൽ 100 കുടിക്കാറേ ഉള്ളൂ അല്ലേ? ആണുങ്ങൾ 100 കുടിക്കുള്ളൂ. ആ പെണ്ണുങ്ങളും ഉണ്ടാക്കിയ ഫ്ലാസ്കിൽ 100 കുടിക്കും. ഒരു ചായ എടുത്ത് വെച്ചടി
ആ ഇരിക്കുന്ന അവരെല്ലാം സ്ത്രീകളാ. അത് അവര് നിറയ്ക്കുമ്പോ അവർക്കറിയാം ഒച്ച. അതുകൊണ്ട് അവര് കൈയടിച്ച്. എന്നാ അവരിൽ ആരെങ്കിലും ഒരാൾ ഇത് ചെയ്യട്ടെ. അത് ചെയ്യും. ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കുമ്പോ അങ്ങനെയല്ലേ കൈയടിച്ചു. കറക്റ്റ് ആണോ? അപ്പൊ ഞാൻ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് വരട്ടെ സാർ? വേണ്ടല്ലേ? വേണ്ട, ഞാനിവിടെ ബൂസ്റ്റ് ചെയ്തോളാം.